സ്വന്തം പാർട്ടിയിൽ നിന്നടക്കമുള്ള എതിർപ്പുകൾ അവഗണിച്ച് കുടിയേറ്റ നിയമം കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. മനുഷ്യാവകാശ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാദമുയർത്തി നാടുകടത്തൽ ഒഴിവാക്കുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള പെർമനന്റ് ലീവ് ടു സ്റ്റേ ലഭിക്കണമെങ്കിൽ ഇനി 30 വർഷക്കാലം കാത്തിരിക്കേണ്ടതായി വരും. അതുപോലെ അധികം സ്കിൽ ആവശ്യമില്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതേസമയം സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിദേശ തൊഴിലാളികൾക്ക് ILR ലഭിക്കാൻ 25 വർഷം വരെയും കാത്തിരിക്കേണ്ടതായി വരും. അതേസമയം NHS നഴ്സുമാർക്ക് PR ലഭിക്കുവാൻ 5 വർഷം തന്നെ മതി. എന്നാൽ നഴ്സിംഗ് ഹോമുകളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ILRുമായി ബന്ധപ്പെട്ട വൻ മാറ്റങ്ങളുമായാണ് ഷബാന മഹ്മൂദ് കുടിയേറ്റ നിയമം കർശനമാക്കാൻ ഒരുങ്ങുന്നത്. 2021 മുതൽ UK കുടിയേറിയവർക്ക് കൂടി ബാധകമാകുന്ന രീതിയിൽ പിൻകാല പ്രാബല്യത്തോടെയായിരിക്കും ഇത് നടപ്പാക്കുക. ഇതിനു പുറമെ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നോ മറ്റു മാർഗങ്ങളിലൂടെയോ അനധികൃതമായി ബ്രിട്ടനിൽ എത്തിയവർക്കും വിസ കാലാവധി തീർന്നതിനു ശേഷം ഇവിടെ കഴിയുന്നവർക്കും പിഴയും ഒടുക്കേണ്ടതായി വരും. ഒരു അഭയാർത്ഥി UK-ലെത്തിയ ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർശകൻ UK-ലെത്തിയ ദിവസം മുതലായിരിക്കും വർദ്ധിപ്പിച്ച യോഗ്യതാ കാലാവധി ബാധകമാവുക. അനധികൃതമായി UK-ലെത്തുകയും അഭയാപേക്ഷ നിരസിക്കപ്പെടുകയും പിന്നീട് യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലെ കുടുംബജീവിതം നയിക്കാനുള്ള അവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 8 ഉപയോഗിച്ച് അപ്പീൽ നൽകി നാടുകടത്തൽ ഒഴിവാക്കുകയും ചെയ്യുന്ന അഭയാർത്ഥികൾക്കായിരിക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ 30 വർഷം വരെ കാത്തിരിക്കേണ്ടി വരിക. നിലവിൽ ഒട്ടുമിക്ക കുടിയേറ്റക്കാർക്കും UK-യിൽ നിയമവിധേയമായി 5 വർഷത്തോളം അവിടെ കഴിഞ്ഞാൽ ILRനുള്ള യോഗ്യത നേടാനാകും. എന്നാൽ പുതിയ നിർദ്ദേശങ്ങളിൽ ഇത് 10 വർഷമായി ഇരട്ടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം അധികം സ്കിൽ ആവശ്യമില്ലാത്ത കെയർ അസിസ്റ്റന്റ് പോലുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് 15 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. സെറ്റിൽഡ് സ്റ്റാറ്റസ് എന്നുകൂടി അറിയപ്പെടുന്ന ILR ലഭിക്കാൻ ബാച്ചിലേഴ്സ് ബിരുദത്തെക്കാൾ കുറഞ്ഞ യോഗ്യത ആവശ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്കായിരിക്കും 15 വർഷം വരെ കാത്തിരിക്കേണ്ടതായി വരിക. അതേസമയം ഇക്കൂട്ടത്തിൽപ്പെട്ടവർ സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ കാലാവധി വീണ്ടും ദീർഘിപ്പിക്കും. 1 വർഷത്തിൽ താഴെ മാത്രം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് 5 വർഷം കൂടി കൂടുതലായി കാത്തിരിക്കേണ്ടി വരും. 1 വർഷത്തിൽ അധികമായി ഈ ആനുകൂല്യങ്ങളിൽ ഏതെങ്കിലും കൈപ്പറ്റുന്നവരാണെങ്കിൽ ILR ലഭിക്കാൻ 10 വർഷം കൂടുതൽ, അതായത് 25 വർഷം കഴിഞ്ഞാൽ മാത്രമേ ILRനുള്ള യോഗ്യത നേടുകയുള്ളൂ. എന്നാൽ ഉയർന്ന യോഗ്യത ആവശ്യമുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്നവർക്ക് ബ്രിട്ടനിലെത്തി 10 വർഷം കഴിഞ്ഞാൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യത നേടാം. അതിനു പുറമെ ILRനായി അപേക്ഷിക്കുന്നവർക്ക് അവരുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല എന്നും പുതിയ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. മാത്രമല്ല കുറഞ്ഞത് 3 വർഷമെങ്കിലും നാഷണൽ ഇൻഷുറൻസ് വിഹിതം നൽകിയിരിക്കണം. അതുപോലെ വിസ ഫീസായോ NHS ചെലവുകളായോ സർക്കാരിന് നൽകാനുള്ള പണത്തിൽ ഒരു കുടിശ്ശികയും ഉണ്ടാവുകയും അരുത്. PRന് അപേക്ഷിക്കുന്നതിന്റെ മുൻപുള്ള 3 വർഷങ്ങളിൽ ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും ചെയ്തിരിക്കണം. A ലെവലിന് തുല്യമായ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കുകയും വേണം. ലൈഫ് ഇൻ ദി UK പരീക്ഷ പാസ്സാകുകയും വേണം. കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവർ ആശ്രിതരെ കൊണ്ടുവരികയാണെങ്കിൽ അത് UK സർക്കാരിനു മേൽ അധിക ബാധ്യതയുണ്ടാക്കും. അതിനാൽ തന്നെ അത്തരത്തിലുള്ളവർക്ക് സെറ്റിൽഡ് സ്റ്റാറ്റസ് ലഭ്യമാക്കുന്നതിനുള്ള നിബന്ധനകൾ കൂടുതൽ കർശനമാക്കുമെന്നും മഹ്മൂദ് അവതരിപ്പിച്ച കൺസൾട്ടേഷൻ പേപ്പറിൽ പറയുന്നുണ്ട്. നിലവിലെ നിയമമനുസരിച്ച് ബ്രിട്ടനിലെത്തി 5 വർഷത്തിന് ശേഷം അത്തരക്കാർ ആനുകൂല്യങ്ങൾക്കും ഹൗസിംഗിനും സ്വാഭാവികമായി അർഹത നേടും. ഇത്തരത്തിൽപ്പെട്ടവർ അധികമായും എത്തിയിരിക്കുന്നത് 2022 ശേഷമായതിനാൽ 2027 മുതൽ സർക്കാരിന് അധിക ഭാരം അനുഭവപ്പെടും. അതുകൊണ്ടാണ് അവർക്ക് ILR ലഭിക്കുന്നതിനുള്ള കാലാവധി 15 വർഷമാക്കാൻ നിർദ്ദേശിക്കുന്നതെന്നും അതിൽ പറയുന്നു. പുതിയ നിയമം അനുസരിച്ച് PRനുള്ള 10 വർഷത്തെ കാലയളവ് 4 പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർണയിക്കുന്നത്. രാജ്യത്തിന് നൽകുന്ന സംഭാവന, ജോലി, വ്യക്തിത്വം, താമസ കാലയളവ് എന്നിവയാണവ. ഉദാഹരണത്തിന് 125 മുതൽ 140 പൗണ്ടിൽ കൂടുതൽ ശമ്പളമുള്ളവർക്ക് 3 വർഷം കൊണ്ട് സെറ്റിൽമെന്റിനായി അപേക്ഷിക്കാം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ എന്നിവർക്ക് നേരത്തെയുള്ള സെറ്റിൽമെന്റിന് അപേക്ഷിക്കാം. എന്നാൽ രാജ്യത്തിന് കുറഞ്ഞ സംഭാവന നൽകുന്നവർക്കും എമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കും 12 മാസത്തിലധികമായി പൊതു ഫണ്ടുകൾ മേടിക്കുന്നവർക്കും പിഴയായി സെറ്റിൽമെന്റ് വൈകിപ്പിക്കൽ 10-ലധികം വർഷം വരെ കൂട്ടിച്ചേർക്കുന്നതാണ്. എന്നാൽ രാജ്യത്തേക്ക് നിയമവിരുദ്ധമായി പ്രവേശിച്ചവർക്ക് അല്ലെങ്കിൽ 6 മാസമോ അതിൽ കൂടുതലോ കാലയളവിൽ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ ബ്രിട്ടനിൽ താമസിക്കുന്നവർക്ക് 20-ലധികം വർഷം വരെ വൈകും. 2 മാസങ്ങൾക്ക് മുൻപ് ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടിയുടെ സമ്മേളനത്തിലാണ് ഈ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ആദ്യ സൂചനകൾ ഹോം സെക്രട്ടറി നൽകിയത്. കുടിയേറ്റം ബ്രിട്ടീഷ് ചരിത്രത്തിന്റെ ഭാഗമാണെന്നായിരുന്നു ഇന്നലെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഷബാന മഹ്മൂദ് പറഞ്ഞത്. എന്നാൽ അടുത്ത കാലത്തായി ഇത് മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഈ രാജ്യത്ത് എക്കാലം താമസിക്കാമെന്നത് കുടിയേറ്റക്കാർക്കുള്ള ഒരു അവകാശമല്ല എന്നും ഒരു പരിഗണന മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ അതുകൊണ്ട് ബ്രിട്ടീഷ് സമൂഹത്തിനും പ്രയോജനമുണ്ടാകണം. അതുകൊണ്ടാണ് താറുമാറായ എമിഗ്രേഷൻ സിസ്റ്റം പുനർനിർമ്മിക്കുന്നതെന്നും ഹോം സെക്രട്ടറി പറഞ്ഞു. അഭയാർത്ഥി പ്രവാഹം ബ്രിട്ടൻ ജനതയ്ക്കും ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നതിനു മുന്നേ നിയന്ത്രിക്കാൻ
പരിഷ്കരിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ഹോം സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.